നോക്ക്, എനിക്ക് കിട്ടിയ വില ഞാൻ പറയണേ. നിങ്ങൾ നമുക്ക് എന്തെങ്കിലും ഇട്ട് പറയണം കേട്ടോ, ഞാനൊന്നും ഇടുന്നില്ല, നിങ്ങളായിട്ടിട്ട് നമുക്ക് തരണം കേട്ടോ ക്യാഷ്. ഞാൻ ഇത് പറയണേ, ഐഫോൺ 12 ഒരു ഐഫോൺ 12 പ്രോ ഉണ്ട് കേട്ടോ. ഐഫോൺ 12 പ്രോ ആണ്. ഇച്ചിരി ഡിഫക്റ്റ് ഉണ്ട്, ഇച്ചിരി പോലെ ഡിഫക്റ്റ്. പക്ഷേ ഡിസ്പ്ലേ, ബാറ്ററി എല്ലാം ഒറിജിനലാണ്. ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് ഗൈസ്, വിലയും കുറവാണ് ഗൈസ്. അപ്പോൾ ഇത് 122 സ്റ്റോറേജ് വരുന്നതാണ് സാധനങ്ങൾ. നമുക്കിത് നോക്കാമേ. ജസ്റ്റ് നമ്മുടെ ഷോപ്പിൽ ഇപ്പം ജസ്റ്റ് ഒരാൾ വന്നേ, നമ്മളെ നമ്മളെ ഈ ലൊക്കേഷനിലുള്ള ഒരാളാണ് വന്നത്. പുള്ളി എന്തോ ഭയങ്കരമായിട്ടാണ് വന്നത്, ഭയങ്കരമായിട്ടൊരു പ്രഷറിലാണ് കയറി വന്നത്. ഒരു ബിസിനസ്സൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്, നമ്മളിവിടെ ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. പ്രഷറിലാണ് കയറി വന്നത് ആൾ. ഓടി വന്ന് എന്നോട് ചോദിച്ച ഒരു ചോദ്യം എന്ന് വെച്ചാൽ 1000 രൂപയുടെ ടാബ് നീ വീഡിയോ ചെയ്തല്ലോ, എടുക്കാൻ പറഞ്ഞു. 1000 രൂപയുടെ ടാബ് നീ വീഡിയോ ചെയ്തല്ലോ, അതും എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്ത് അയാളെ ഫ്രണ്ടിൽ കൊടുത്തു. ഇങ്ങനെ ഇവിടെ നിന്ന് എടുത്ത് അയാളെ ഫ്രണ്ടിൽ കയ്യിൽ കൊടുത്തപ്പം അയാൾ അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയും, അയാൾ എന്തോ പറയേണ്ടി വന്നത് പറയാൻ പറ്റാത്തതുകൊണ്ട് ആ ഒരു ഫീലിൽ എങ്ങനെ നിൽക്കുകയാണ്, നോക്കിക്കൊണ്ടേ നിൽക്കുകയാണ്. എന്ത് ചെയ്തിട്ട് ഇനി അടുത്ത് എന്ത് ചെയ്തിട്ടെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എനിക്കിത് കൗതുകമായിട്ട് തോന്നിയിട്ട് ഞാൻ നിങ്ങളുടെ പറഞ്ഞതാണേ. ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ രണ്ടാമത്തെ ചോദിച്ചു, വീഡിയോ കണ്ടില്ലായിരുന്നു? വീഡിയോ കണ്ടിനാ വന്നത് ദേഷ്യത്തിൽ. ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിനാ വന്നത് എന്നൊരു ഫീലും കൂടെ വന്നു. എന്നിട്ട് ടാബിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒന്നും പറയാനൊന്നും കിട്ടുന്നില്ല പുള്ളിക്ക്. അങ്ങനെ പറയാനൊന്നും കിട്ടാപ്പോൾ ഞാൻ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൽ യൂട്യൂബ് വർക്കാവത്തില്ല എന്നിട്ട് കൊടുത്തു. ഒരു കൗതുകമാണ് കേട്ടാ. അയാളെ ഭാവമൊക്കെ അങ്ങ് മാറി. പെട്ടെന്ന് ഭാവമെല്ലാം മാറിയിട്ട് യൂട്യൂബ് വർക്കാവില്ലേ, പിന്നെ എന്തിനാ 1000 രൂപയ്ക്ക് എനിക്ക് സാധനം വന്നു. ഐസ് കണ്ടില്ലേ, ഇതാണ് സ്വഭാവം. എന്താ വെച്ചാൽ ഞാൻ ഒന്നും മിണ്ടില്ല, അങ്ങനെ നിന്ന് ഫോണും കൂടെ വെച്ചിട്ട് ടാബ് കൂടെ വെച്ചിട്ട് ആൾ ഇറങ്ങിപ്പോയി. അപ്പോൾ സാധനം ഉണ്ടെന്ന് പുള്ളിക്ക് ഉറപ്പായി, 1000 രൂപയുടെ സാധനം ഉണ്ടെന്ന് ഉറപ്പായി. പക്ഷേ ഞാൻ വീഡിയോയിൽ 1000 രൂപയുടെ ടാബൊക്കെ യൂട്യൂബ് വർക്കാവില്ലെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയാൾ വീഡിയോ കണ്ടിട്ടില്ല ഒന്നാമത്തെ കേസ്. പിന്നെ ആൾ ഇവിടെ ഉള്ള ആളാണ്, മനസ്സിലായില്ലേ, ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പെട്ടെന്ന് ഒരു, ഞാൻ പറഞ്ഞില്ല നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ല, ആ ഒരു ഫീൽഡ് ഉടക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എൻ്റെ അടുത്ത്. പക്ഷേ സാധനം കിട്ടിയപ്പോൾ ആളെ മൈൻഡൊക്കെ മാറി. പിന്നെ എന്ത് പറയട്ടെന്ന് അറിഞ്ഞൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ തന്നെ ഇട്ട് കൊടുത്തു യൂട്യൂബ് വർക്കാവില്ല എന്ന്. അപ്പോൾ യൂട്യൂബ് വർക്ക് അതും കൂടെ എൻ്റെ അടുത്ത് ചാടി കടിച്ചിട്ട് ആൾ പിന്നെ പൊട്ടിത്തെറിയാണ്. ഇങ്ങനെ എനിക്കെന്തിനാ യൂട്യൂബിൽ വർക്കാത്ത ഫോൺ, ടാബ് 1000 രൂപയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയൊരു ഒറ്റ പോക്ക് ഗൈസ്. ശ്രദ്ധിച്ചോളണം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, യൂട്യൂബ് വർക്കാത്ത ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് വില കുറവാണ് കേട്ടോ. നിങ്ങൾ നോക്ക്, എനിക്ക് കിട്ടിയ വില ഞാൻ പറയണേ. നമുക്ക് എന്തെങ്കിലും ഇട്ട് പറയണം കേട്ടോ, ഞാനൊന്നും ഇടുന്നില്ല, നിങ്ങളായിട്ടിട്ട് നമുക്ക് തരണം കേട്ടോ ക്യാഷ്. ഞാൻ ഇത് പറയണേ, ഐഫോൺ 12 ആണ് മോഡൽ. ഐഫോൺ 12 നമുക്ക് ഫസ്റ്റ് ഡിസ്പ്ലേ ഒറിജിനലാണ് കേട്ടോ. ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഒറിജിനലാണ്. ഫേസ് ലോക്ക് കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. സാധനം എല്ലാം കൊള്ളാം. 128 സ്റ്റോറേജ്. ബാറ്ററി എടുത്ത് ഞാൻ നോക്കിയില്ല, ബാറ്ററി എടുത്ത് നോക്കിക്കളാം. 79 ഉണ്ട് ബാറ്ററി ഹെൽത്ത്. ഒറിജിനൽ പൊളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇച്ചിരി ഡിഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ ഉണ്ടല്ലേ, ക്യാമറയുടെ ഗ്ലാസിൻ്റെ ഈ ഭാഗം പൊട്ടലുണ്ട്, കണ്ടില്ലേ, കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഭാഗം നല്ല പൊട്ടലുണ്ട്, നല്ല അടി അടിച്ചിട്ടുണ്ട്. ബൈക്കിൽ നിന്നോ റണ്ണിങ്ങിൽ നിന്നോ താഴെ വീഴുന്നതാണ് സംഭവം. നല്ലൊരു അടി അടിച്ചിട്ടുണ്ട്. ആ അടിയുടെ ആഘാതത്തിൽ തന്നെ ഈ ഭാഗത്ത് ഡിസ്പ്ലേ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എന്നാലും ഞാൻ കാണിച്ചു തരും, മാക്സിമം കാണിച്ചു തരും. ഓക്കെ, ഈ ഭാഗത്ത് ഒന്ന് ഗ്ലാസ് ചെറുതായിട്ട്, ഒരു മണ്ണിൻ്റെ അത്രയായിട്ട്, വലുതായിട്ടൊന്നുമില്ല, ഒരു മണ്ണിൻ്റെ ഒരു ശതമാനം ഇച്ചിരി ഗ്ലാസ് ഡിസ്പ്ലേ ഫ്രെയിം ചെയ്യുന്ന പുറത്തോട്ട് ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നത് കാണാനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമില്ല, പൗച്ച കിട്ടാതെ അറിയത്തൊന്നുമില്ല. ഇതാണ്ടില്ല ഈ ഭാഗത്ത് ഇച്ചിരി പോലെ അടിയുടെ ആഘാതമാണ്. ഇങ്ങനെ വീണതിൻ്റെ ആഘാതത്തിൽ അത് ഇതുപോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കുകയാണേ ഡിസ്പ്ലേ പുറത്തോട്ട്. ബാക്കി ഭാഗത്തൊന്നും കുഴപ്പമില്ല, ഇവിടെയൊക്കെ നല്ല ഫ്ലാറ്റായിട്ട് ഇരിപ്പുണ്ട്. ഈ ഭാഗം കുഴപ്പമില്ല. ഈ ഒരു ഭാഗം മാത്രം അടി കിട്ടിയ ആ ഒരു ഭാഗം മാത്രമായിട്ട് ഇച്ചിരി പോലും വെളിയിലായിട്ട് നിൽപ്പുണ്ട്, ലൈറ്റായിട്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അടിപൊളി ഉപയോഗിക്കാം. 79 ബാറ്ററി എടുത്ത്. ക്യാമറ ക്വാളിറ്റി നോക്കാം. അതുകൊണ്ട് ക്യാമറയ്ക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെന്ന് വെച്ചാൽ ഒരു വിഷയമില്ല. സുന്ദര കുട്ടപ്പൻ അല്ലേ, ഐഫോൺ 12 പ്രോ സുന്ദര കുട്ടപ്പൻ, അടിപൊളി അല്ലേ. അപ്പോൾ ഇത് കൊള്ളാം. സെൽഫ് ലോക്ക് ഇതൊക്കെ എല്ലാം വർക്കിംഗ് ആണ്. ക്യാമറയും പക്കയാണ്. സ്ക്രീൻ ഔട്ടായി അല്ലേ, കുഴപ്പമില്ല, സാധനം കൊള്ളാം. ഇതാണ് കണ്ടീഷൻ. ഒരു പൗച്ച് ഇട്ട് ഒരു സ്ക്രീൻ കാർഡ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറായിട്ട് കോൺടാക്ട് ഗൈസ്. 25,000 രൂപയാണ് പ്രൈസ് വരുന്നത്. കൂടുതലാണെങ്കിൽ, എമൗണ്ട് കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാനും ഈ ഫോണായിട്ട് യാതൊരു ബന്ധവുമില്ല. അതോ വില കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനും ഈ ഫോണായിട്ട് ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്നെ വിളിച്ചാൽ മതി. വില കുറവാണെങ്കിൽ മാത്രം എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരും. ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ വരും. ഇത് എനിക്ക് കിട്ടിയ എമൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യ്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ഞാൻ ശ്രമിക്കും. ബൈ.